സദാചാര ഗുണ്ടായിസം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ബൈജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷര കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് പക്ഷേ കുടുംബം പറയുമ്പോഴും ഈ സദാചാര ഗുണ്ടായിസം നടന്നു അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഇപ്പോൾ റഹീസ് എന്ന വിഷയത്തിലേക്ക് മാത്രം, റഹീസിനെ മാത്രം കുറ്റക്കാരനാക്കിക്കൊണ്ട് ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നതാണോ പുതിയ സാഹചര്യം? തീർച്ചയായും അത് തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ ഉയർന്നു വന്ന കാര്യം. അതാണ് മയ്യിൽ സ്വദേശിയായ ആൺസുഹൃത്തായ റഹീസാണ് ഇതിനെല്ലാം കാരണമെന്ന രീതിയിലാണ് ഈ മാതാവ് പരാതിയുമായി രംഗത്തെത്തിയത്. അതുപോലെ തന്നെ ഈ പിതാവ് വ്യക്തമാക്കുന്നത് ഇതിൽ സത്യാവസ്ഥ പുറത്തു വരണം എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ ഏറ്റവും പ്രധാനം ഈ ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ്. അത്തരത്തിലൊരു ആത്മഹത്യാക്കുറിപ്പ് ഇല്ലെങ്കിൽ റഹീസ് ഈ കേസിൽ പ്രതിയാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ ആത്മഹത്യാക്കുറിപ്പുണ്ടായിട്ടും പോലീസിന്റെ അന്വേഷണം സാക്ഷികൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും റഹീസിന് നേരെയാണ് ആരോപണം ഉയരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഇല്ലെങ്കിൽ റഹീസ് ഇതിൽ പ്രതിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഇനി ഇതിൽ ആരൊക്കെ കൂടുതൽ പ്രതികളാവും? നിലവിൽ 3 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 6 പേരുടെ അറസ്റ്റ് ഇതിൽ രേഖപ്പെടുന്ന സാഹചര്യം വരും. അതോടൊപ്പം ഇതിൽ പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ വരാതെ പുതിയതായി ആരെങ്കിലും ഉണ്ടോ അത്തരമുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരേണ്ടത്. അത് ഇപ്പോൾ റഹീസിന്റെ മൊഴിയെടുക്കുന്നതിലൂടെ കൃത്യമായി പുറത്തു വരും. ഇനി കൂടുതൽ ആളുകൾ ഇതിൽ ഇടപെടലുണ്ടോ? എന്തൊക്കെ ഈ യുവതി മനോവിഷമം നേരിട്ടു? ഇത് ഒരു ദിവസം മാത്രം നേരിട്ട പ്രശ്നമാണോ? അതല്ല ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? നിരന്തരം ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും അത് വരും മണിക്കൂറുകളിൽ അത് കൃത്യത വരും. അതിലൊരു കൃത്യത വരും. ഇതിൽ ഒരു പക്ഷേ വലിയ ട്വിസ്റ്റ് ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് ഈ റഹീസിന്റെ മൊഴിയെടുക്കുന്നതോടുകൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്താണ് എന്നത് ഏറ്റവും പ്രധാനമാണ്. പറയുന്നത് ഈ യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ആത്മഹത്യാ കുറിപ്പ് പോലീസിന്റെ പക്കൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മറ്റൊരു തലത്തിലേക്ക് പോകുമായിരുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ പോലീസിന് മുന്നിൽ ഈ ആത്മഹത്യാ കുറിപ്പുണ്ട്. അതിനപ്പുറം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ SDPI ഓഫീസിൽ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്ന ദൃശ്യങ്ങളുമുണ്ട്. ഈ ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമാണ്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ടോ? അതിൽ വ്യക്തമാണല്ലോ ആരൊക്കെ എത്ര പേർ പങ്കെടുത്തു എന്നുള്ളത്. അതോ റഹീസിന്റെ മൊഴി എടുത്തതിനു ശേഷം മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ മറ്റ് ഒപ്പമുള്ള പ്രതികളെ അന്വേഷിച്ച് മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലാണോ പോലീസ് ഉള്ളത്? അതുമായി ബന്ധപ്പെട്ട സൂചന നമുക്കുണ്ടോ? അത് ഏറ്റവും പ്രധാനമാണ്. ഈ ദൃശ്യം SDPI പ്രവർത്തകർ തന്നെയാണ് പുറത്തുവിട്ടത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇവർ നിരപരാധികളാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ മർദ്ദനം നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി SDPI പ്രവർത്തകർ തന്നെ പുറത്തുവിട്ട ദൃശ്യമാണ് ഇപ്പോൾ അത് വലിയൊരു തെളിവായി മാറിയിരിക്കുന്നത്. അതായത് ആദ്യം നിഷേധിച്ചിരുന്നു SDPI ഓഫീസിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ കൊണ്ടുപോയിട്ടില്ല, അത്തരത്തിൽ കാര്യങ്ങളാണ് അവർ പറഞ്ഞതെങ്കിൽ പിതാവ് ഈ കാര്യം പറഞ്ഞതോടുകൂടി SDPI അത് സമ്മതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അത് തെളിയിക്കുന്ന അത് ഏതെങ്കിലും തരത്തിൽ മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് ഒരു എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഇവർ പുറത്തുവിട്ടതാണ്. SDPI തന്നെ പുറത്തുവിട്ടത്. ഏതായാലും അത് വലിയൊരു തെളിവായി ഈ കേസിൽ മാറിയിരിക്കുന്നു. അതിനോടൊപ്പം ഈ ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആൺ സുഹൃത്തായ റഹീസ് കൂടി ഹാജരാകുന്നതോടുകൂടി ഈ കേസിൽ ഏതായാലും മണിക്കൂറുകൾക്കകം ഒരു കൃത്യമായ ചിത്രം വരും. വലിയ ദുരൂഹതകൾ അവ്യക്തതകൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ. ഇതിൽ തുടക്കത്തിൽ ഇതര സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഈ ആൺ സുഹൃത്ത് എന്ന രീതിയിൽ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ആ രീതിയിലായിരുന്നു വാർത്ത ഉണ്ടായിരുന്നത്. പിന്നീട് 20 വയസ്സുള്ള ഒരാളാണ് ഇത് എന്ന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ അവ്യക്തതകൾ ഇതിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ മാതാവിന്റെ പരാതി തന്നെ ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു പരാതി വന്നത് എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇനി ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അടിവരയിട്ട് പറയുന്നു ഇത് സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് മനംനൊന്ത് ഈ യുവതി ആത്മഹത്യ ചെയ്തതാണ്. അതിന് കൃത്യമായ തെളിവുകൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. അതിനും അപ്പുറം ഇനി കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ അതൊക്കെ ഏതായാലും ഈ റഹീസിനെ ഇപ്പോൾ ഈ മൊഴിയെടുക്കുന്നതോടുകൂടി അതിലൊരു വ്യക്തത വരും. വളരെ നിർണായക
നിർണായകമാണ് റഹീസിന്റെ മൊഴി. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ തലവേദനയായിരുന്നു. ഈ കേസ് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇനി ഏതായാലും പോലീസിന് എളുപ്പമാണ് റഹീസിൽ നിന്നും ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കൂടുതൽ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് ഈ 3 ബൈക്കുകളിലായി എത്തിയ 6 പേർ, അതാണ് പോലീസിന്റെ എഫ്ഐആറിൽ നിലവിലുള്ളത്. അതിൽ അപ്പുറം ഇതിൽ പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് രഹസ്യമായാണ് പോലീസ് ഇതിന്റെ നീക്കങ്ങളൊക്കെ നടത്തുന്നത്. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നു. മാത്രമല്ല ഇത് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. വലിയ തോതിൽ ശ്രീമതി ടീച്ചർ ഉൾപ്പെടെ PK ശ്രീമതി ടീച്ചർ ഉൾപ്പെടെ ഇതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് DYFIയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ പ്രതിഷേധമുണ്ട്. അത്തരത്തിൽ ഇതിൽ വലിയ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ഇതിന്റെ ചുരുളഴിയാൻ പോകുന്നത്. ഇതിൽ റഹീസിനെ മൊഴിയെടുക്കുന്നതോടുകൂടി ഇതിൽ കൃത്യത വരും. ഇനി ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം അതിൽ കഴമ്പുണ്ടോ, എന്താണ് ഇതിൽ സത്യാവസ്ഥ, അതുമാത്രമല്ല ഏത് രീതിയിലൊക്കെ മർദ്ദനവും അതുപോലെ തന്നെ മാനസിക പീഡനവും ഇയാൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത്, പോലീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ തോതിലുള്ള ഈ പീഡനം നടന്നിട്ടുണ്ട്. അതായത് മർദ്ദിക്കുന്നത് ഉൾപ്പെടെ, ഇയാളുടെ മൊബൈൽ ഫോണും ടാബും പിടിച്ചു വാങ്ങി മണിക്കൂറുകളോളം അത് പരിശോധിക്കുന്നത് ഉൾപ്പെടെ. പിണറായി പോലീസ് സ്റ്റേഷന്റെ 4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത്തരം സംഭവങ്ങൾ 6 മണിക്കൂറോളം നടന്നത്. എന്തുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം പറഞ്ഞില്ല? ഇയാളിൽ നിന്നും എടുത്ത ഈ ടാബും മൊബൈൽ ഫോണും എന്തുകൊണ്ട് പോലീസിന് കൈമാറില്ല? അത്തരം നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കണ്ടുകെട്ടുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പായിരുന്നു ഇതിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത്. അത്തരത്തിലൊരു ആത്മഹത്യാക്കുറിപ്പ് ഈ ശരീരത്തിൽ നിന്നും ലഭിച്ചതുകൊണ്ടാണ് കൃത്യമായ വിവരങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കേസിൽ ഏതായാലും ഈ റഹീസിന്റെ മൊഴിയെടുക്കുന്നതോടുകൂടി ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ വരും മണിക്കൂറുകൾ അത് കൃത്യമായ ഇതിൽ വിവരങ്ങൾ വരും. പോലീസ് കൃത്യമായ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ റഹീസ് ഹാജരായിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ വരെ ഉയർന്ന ചോദ്യം അതായിരുന്നു, റഹീസ് എവിടെ എന്നത്. അല്പസമയം മുമ്പ് നമ്മളാണ് ആ വിവരം പുറത്തുവിടുന്നത്, റഹീസ് കൃത്യം ഇവിടെ ഹാജരായി എന്നുള്ളത്. ഏതായാലും റഹീസിനെ അന്വേഷിച്ച് പോലീസ് വലിയ തോതിൽ പരിശോധന നടത്തിയിരുന്നു. റഹീസിന്റെ വീട്ടിൽ പരിശോധിച്ചിരുന്നു, റഹീസിന്റെ മയ്യലിലെ വീട്ടിൽ പരിശോധിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെ മഫ്റ്റിയിൽ പോലീസിനെ ഏർപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും തരത്തിൽ വീട്ടിൽ എത്തിയാൽ ഇയാളെ കണ്ടെത്താൻ. പക്ഷേ അതൊന്നും നടന്നില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വിദേശത്തേക്ക് കടന്നതായ പോലും ഒരു സൂചന ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തലവേദന ഉണ്ടാകുന്ന ഒരു കേസിലാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരം. അതുമാത്രമല്ല ഈ കേസിൽ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. അത്രത്തോളം വലിയ ചർച്ചയായ ഒരു കേസാണിത്. അത്രത്തോളം നാണക്കേടായ ഒരു കേസാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു കേസാണ്. ഒരു പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന രീതിയിൽ, സമാനമായ രീതിയിൽ വലിയ തോതിൽ ആൾക്കൂട്ടം വളഞ്ഞു വെച്ച് ഒരു ആണും പെണ്ണും സംസാരിക്കുമ്പോൾ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡനം നടത്തുകയും ഒക്കെ ചെയ്ത് വലിയൊരു കേസ്. ഏതായാലും ഈ കേസ് തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. കണ്ണൂർ സിറ്റി കമ്മീഷണർ നിതിൻ രാജ് മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും പഴുതടച്ച അന്വേഷണം നടക്കുമ്പോൾ റഹീസിന്റെ മൊഴി തന്നെയാണ് ഏറ്റവും നിർണായകമാകുക. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം പുറത്തു വരും തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ആ വിവരങ്ങളും ന്യൂസ് 18 കൃത്യമായി പുറത്തു വിടും. അത്തരം വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് എന്നുള്ളത് ഈ വാർത്താ ദിനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രേക്ഷകരോട് പങ്കുവെച്ച കാര്യമാണ്. ഇത്തരത്തിൽ നമ്മുടെ നാടിനെ ഒന്നാകെ ലജ്ജിപ്പിച്ച, നാണം കെടുത്തിയ ഒരു സംഭവമാണ് കായലോട് നടന്നത് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകേണ്ടതുണ്ട്, നീതി നടപ്പാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 കേരളം ഈ വാർത്തയ്ക്ക് പിന്നാലെ പോകുന്നത്. ഇപ്പോൾ എന്തായാലും പിണറായി പോലീസ് സ്റ്റേഷനിൽ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ ആൺ സുഹൃത്ത് റഹീസ് ഹാജരായിട്ടുണ്ട്.